കാത്തെന്നെ എന്നും പോറ്റിടും ദൈവം. നമുക്കെല്ലാം ഉള്ള ഒരു വലിയ ടെൻഡൻസിയാ പുതിയ പ്രസംഗം കേൾക്കണം, പുതിയ പോയിന്റ് കിട്ടണം, അല്ലേ? പുതിയ പുതിയ കാര്യങ്ങൾ. ഇല്ല, ഈ പ്രസംഗം എന്തിനാണ്? രൂപാന്തരം ഉണ്ടാകാനാണ്, വെറുതെ എൻജോയ് ചെയ്ത് പോകാനല്ല. സാജുവിൻ്റെ പ്രസംഗം എൻജോയ് ചെയ്തിട്ട് പോകുന്ന ആരും പ്ലീസ് അതിനുവേണ്ടി വരണ്ട. നിങ്ങൾ രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ജോനതൻ എഡ്വേർഡ്സ് ഒരേ പ്രസംഗം 5000 സ്റ്റേജിൽ പ്രസംഗിച്ചു. നെറ്റിനകത്ത് കിടപ്പുണ്ട് ആ പ്രസംഗം. എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗോഡ്. തീഷ്ണവാനായ ഒരു ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്ന ഒരു പാപിയുടെ അവസ്ഥ. നെറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. ജോനതൻ എഡ്വേർഡ്സ് 5000 സ്റ്റേജിൽ പ്രസംഗിച്ചു. ഓരോ സ്ഥലങ്ങളിലും ഇദ്ദേഹം പ്രസംഗിച്ചു. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ, ഇങ്ങനെ പ്രസംഗം ഈ പറയുന്ന പോലെ കേൾക്കാനൊന്നും വലിയ തോന്നില്ല. മുഖത്ത് നോക്കിയൊന്നുമല്ല പ്രസംഗിക്കുന്നത്. പുള്ളിക്ക് ഈ പ്രസംഗം എഴുതി വായിക്കുന്ന ആളാണ്. അപ്പോൾ ഈ പ്രസംഗം എഴുതി വായിക്കുക. അതിനേക്കാളും വലിയ തമാശ, വായിക്കുന്നതും വലിയ സോഡാക്കുപ്പിയുടെ ഗ്ലാസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, വലിയ തിക്ക് ഗ്ലാസ് വെച്ച് ഇങ്ങനെ വായിക്കുന്നത്. ഇവിടെ നമ്മൾ ഓടി നടന്നിട്ട് ആളുകൾ ഉറങ്ങുന്നല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വലിയ മീറ്റിങ്ങിന് വന്നിട്ട് ഇങ്ങനെ തിക്ക് ഗ്ലാസസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കി വായിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ആളുകളൊക്കെ അലറിക്കരഞ്ഞുകൊണ്ട് താഴെ വീഴുവാൻ തുടങ്ങി. താഴെ വീണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ലേയിങ് ഇൻ സ്പിരിറ്റ് ഒന്നും അല്ല കേട്ടോ, പാപബോധം കൊണ്ട് താഴെ കിടന്ന് കരയുവാൻ തുടങ്ങി. ആ ഷാമിയാന അന്നത്തെ പന്തലിൻ്റെയൊക്കെ കാലുകളിൽ ആളുകൾ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഉണ്ടായ ഉണർവിനെ ഇന്ന് ചരിത്രകാരന്മാർ വിളിക്കുന്നത് ദ ഗ്രേറ്റ് അവെയ്ക്കനിങ് എന്നാണ്. ദ ഗ്രേറ്റ് അവെയ്ക്കനിങ്. 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, മില്യൺസ് ഓഫ് പീപ്പിൾ, ദേ ഓൾ അക്സെപ്റ്റഡ് ജീസസ്. ഇവിടെ ലൈഫിന് വ്യത്യാസമുണ്ടായി. പ്രസംഗങ്ങൾ എപ്പോഴും പാപബോധം ഉണ്ടാക്കുന്നതായിരിക്കണം. ആളുകൾ കരയട്ടെ. ഫീൽ ഗുഡ് പ്രസംഗങ്ങളല്ല നമുക്ക് ആവശ്യം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യഥാർത്ഥ സുവിശേഷം പ്രസംഗിച്ചാൽ ആർക്കും അങ്ങനെ ദേ നെവർ ഫീൽ ഗുഡ്. ചിലപ്പോൾ നാളെ വന്നില്ലെന്നിരിക്കും, പ്രസംഗത്തിന് ആൾ കുറവാണെന്നിരിക്കും. എന്തിനാണ് ഈ കൂടുതൽ ആളുകൾ? ഒരു കാര്യം മനസ്സിലാക്കണം, എന്തിനാണ് ഈ പ്രസംഗിക്കുന്നത്? എന്തിനാണ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നത്? വല്ല വിധേനയും അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ലേ. ആ ഒരു സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ ആളുകളോട് സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എന്താ അതിനകത്ത് കാര്യം? എന്നാൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ പറയുന്നതായ ഒരു കാര്യം അവർ നേരെ പത്രോസിൻ്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ അവരോട് വന്നിട്ട് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ. പത്രോസ് 37-ാമത്തെ വാക്ക് ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. വാട്ട് ഷാൽ വി ഡു? കരഞ്ഞോട് ചോദിക്കുക, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? പ്രസംഗം കഴിഞ്ഞപ്പോൾ വന്ന് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ വന്ന് ചോദിക്കണമെന്നറിയാമോ? എന്ത് ചെയ്യണമെന്നല്ല. അപ്പോൾ പാസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ, ഞാനിതൊക്കെ സ്വീകരിക്കാം, എനിക്കെന്താ കിട്ടാൻ പോകുന്നത്? വാട്ട് ഷാൽ ഐ ഡു എന്നാണ് ഇവർ ചോദിച്ചത്. പക്ഷേ ഇന്ന് ആളുകൾ ചോദിക്കുന്നത് വാട്ട് വിൽ ഐ ഗെറ്റ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പ്രസംഗിക്കുന്നത് മുഴുവൻ എന്തോ കിട്ടുമെന്നാണ്. എന്തോ ചെയ്യണമെന്ന് ആരും പറയുന്നില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറയുന്നില്ലല്ലോ. നിങ്ങളിങ്ങ് വന്നാൽ മതി, എല്ലാം കിട്ടുമെന്നാണല്ലോ പറയുന്നത്. എന്ത് കിട്ടും? അതിൻ്റെ കാരണം ഇന്നത്തെ പ്രസംഗങ്ങളാണ്. കാര്യം നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ഈസി. രക്ഷ സൗജന്യമാണെന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ രക്ഷ വിലയില്ലാത്തതല്ല. സാൽവേഷൻ ഈസ് ഫ്രീ, ബട്ട് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. എന്തുകൊണ്ട് ദൈവം ഇത് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ്, വിലയില്ലാത്തത് കൊണ്ടല്ല. ഇത് വില കൊടുത്ത് വാങ്ങിക്കാൻ ആർക്കും കഴിയാത്തത് കൊണ്ടാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. വിലയുള്ളതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഫ്രീയാണ്. ടേക്ക് ദ കേസ് ഓഫ് ഓക്സിജൻ. ഈ അന്തരീക്ഷത്തിൽ ദൈവം നമുക്ക് ഓക്സിജൻ തന്നിരിക്കുക, ചുമ്മാ ശ്വസിച്ചാൽ മതി. അതിൻ്റെ അടുത്ത് ഓക്സിജന് വിലയില്ലെന്നാണോ? ആ വിലയുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. ആശുപത്രിയിൽ പോയി ഒരു സിലിണ്ടർ ഒന്ന് വിളിപ്പിച്ച് കഴിയുമ്പോൾ അറിയാം ബില്ല് എത്ര വരുന്നതെന്ന്. സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ മൂക്കിലോട്ട് ട്യൂബിലൂടെ ഇട്ട് കയറ്റിയ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും അത്രയും കാശൊന്നും ഇല്ലെന്നാണ് എൻ്റെ ചിന്ത. എനിക്ക് അറിയത്തില്ല ഇനിയിപ്പം ഇപ്പോഴാരുടെയിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്നാലും ഒരു ജീവിതകാലം മുഴുവൻ ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് മോസ്റ്റ് ഓഫ് us can live. സാധാരണക്കാരന് ജീവിക്കാൻ കഴിയില്ല എന്ന് ദൈവത്തിന് മനസ്സിലായതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഓക്കെ, എന്താണെങ്കിലും ഇതിന് വില കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവന് ഫ്രീ ആയിട്ട് കൊടുക്കാം. അങ്ങനെ കിട്ടിയതാ ഓക്സിജൻ. ഇതുപോലെ രക്ഷ, സഹോദരൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാകുന്നു. ആരതിന് വില കൊടുക്കും? ആർക്കും കൊടുക്കാൻ കഴിയയില്ല.
സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും ഒരു നാളും കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? വീണ്ടെടുപ്പ് സൗജന്യമാക്കി. പക്ഷെ നമ്മുടെ പ്രശ്നം സൗജന്യമായി കിട്ടുന്നതിന് ഒന്നിനും നമ്മൾ വില കൽപ്പിക്കുന്നില്ല. വില ഉണ്ടെങ്കിൽ പോലും വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് നിങ്ങളൊന്നും കൊടുത്തില്ല എന്ന് വെച്ച് വിലയില്ലാത്തതല്ല. അതിനൊരു വലിയ വില കർത്താവ് കൊടുത്തു. യേശുക്രിസ്തു തൻ്റെ സ്വന്തം ജീവൻ കൊടുത്ത് നേടിത്തന്നതാണ് നമ്മുടെ രക്ഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യേശുവിനെ ഒരിക്കലും വിട്ടിട്ട് പോകുകയില്ല. അതിനൊന്നും കൊടുക്കണ്ട എന്ന് പറയുന്നതും ശരിയല്ല. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 44-45 വാക്യങ്ങൾ ഞാൻ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള എൻ്റെ മെസ്സേജസിൽ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ നിധി കണ്ടെത്തിയ മനുഷ്യനും വിലയേറിയ മുത്ത് കണ്ടെത്തിയ മനുഷ്യനും, ഇവർ രണ്ടുപേർ, അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ്, അല്ലാതെ നിധിയല്ല ഇതിനകത്തെ വിഷയം. ഇവർ രണ്ടുപേരും ഇത് സ്വന്തമാക്കുന്നത് എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത്? അവർ തങ്ങൾക്കുള്ളതൊക്കെയും വിറ്റ്, സന്തോഷത്തോടെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ്. അതുകൊണ്ട് സന്തോഷത്തോടെ, എന്നറിയാമോ, കിട്ടുന്നതിൻ്റെ വില അവന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ തനിക്കുള്ളതൊക്കെയും വിറ്റ്, കരഞ്ഞോണ്ടല്ല, അവൻ ചെന്ന് സന്തോഷത്തോടെ തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ സ്വന്തമാക്കി. കാര്യം അതിനകത്തെ നിധിയുടെ വില എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കി. ഇന്ന് ചിലർ രക്ഷിക്കപ്പെടുന്നത് തന്നെ കരഞ്ഞുള്ള. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ബ്രദറെ രക്ഷിക്കുക, പെട്ടുപോയില്ലേ ബ്രദറെ എന്ന്. ഇത് പെട്ടുപോയതൊന്നുമല്ല, ഇത് വിലയില്ലാത്ത സാധനമല്ല. ഇറ്റ് ഈസ് സോ കോസ്റ്റ്ലി, അതിനെന്തും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ അതേസമയം ഇതിനെ വില എന്ന് പറയാൻ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാനെന്നെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, രക്ഷ ഭയങ്കര വിലയുള്ളതാണ്. പക്ഷേ ഇത് സ്വന്തമാക്കണമെങ്കിലാ, അല്ലെങ്കിൽ കർത്താവ്, അതായത് രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാൽവറി ക്രൂശിൽ യേശു നമ്മുടെ രക്ഷ സ്വായത്തമാക്കി തന്നു, നമുക്ക് സ്വന്തമാക്കി തന്നു. അല്ലെങ്കിൽ അവൻ അതിന് വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എന്നാൽ പിന്നെ വെറുതെ ഇരുന്നാൽ മതിയല്ലോ. അല്ല, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളായിട്ട് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണോ പത്രോസ് പറയുന്നത്? അങ്ങനത്തെ ടീച്ചിങ് ഉണ്ട്. നമുക്കൊന്നും ചെയ്യാനില്ല ബ്രദറെ. നോ, അവൻ വന്നിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണ്. അത് ശരിക്കും വിലയെന്നല്ല അതിന് പറയേണ്ടതെന്ന് ഞാൻ ഈ ഡിസൈബിൾഷിപ്പിൻ്റെ സീഡിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓക്സിജൻ ഭയങ്കര കോസ്റ്റ്ലിയാണ്, പക്ഷേ ഓക്സിജൻ ഫ്രീ ആണ്. അപ്പം നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ അകത്തേക്ക് കയറുന്നു, നിശ്വസിക്കുമ്പോൾ പുറത്തോട്ട് പോകുന്നത് ഓക്സിജൻ ആണോ? കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡിന് വല്ല വിലയുള്ളതാണോ? നിങ്ങൾ ഓക്സിജൻ പോയി ഒരു കടയിൽ പോയി ഒരു സിലിണ്ടർ ഓക്സിജൻ വാങ്ങിക്കണമെങ്കിൽ നിങ്ങളോട് പറയും ഇത്ര രൂപയാണ്. എന്നാൽ അവർ പറയും ഇല്ല, അതിന് പകരമായിട്ട് ഞാൻ ഒരു സിലിണ്ടർ കാർബൺ ഡയോക്സൈഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിക്കും. കാര്യം കാർബൺ ഡയോക്സൈഡ് കൊടുത്തിട്ട് ഓക്സിജൻ വാങ്ങിക്കാൻ സാധ്യമല്ല. പക്ഷേ ഓക്സിജൻ ഉള്ളിൽ കയറണമെങ്കിൽ കാർബൺ ഡയോക്സൈഡ് പുറത്ത് കളയണം. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊന്നും രക്ഷയുടെ വിലയല്ല. പക്ഷേ രക്ഷ അകത്ത് കയറണമെങ്കിൽ നമ്മളെ തന്നെ എംപ്റ്റി ചെയ്യണം, പുറത്ത് കളയേണ്ടതുണ്ട്. ആ പുറത്ത് കളയുന്നത് വെറും ഫിൽത്താ, ഗുണമുള്ളതൊന്നും അല്ല. അതുകൊണ്ട് ഇതിനെ വില എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. പക്ഷേ നമ്മളെ തന്നെ ശൂന്യമാക്കുമ്പോഴാണ് രക്ഷ നമുക്ക് സ്വായത്തമാകുന്നത്. നമ്മുടെ ഉള്ളിനെ ശൂന്യമാക്കുമ്പോൾ, ഹൃദയത്തെ ശൂന്യമാക്കുമ്പോൾ, പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ, അപ്പോഴേ യേശുവിന് കയറിയിരിക്കാൻ നമ്മൾ ഇടം കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് കോസ്റ്റ്ലി. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. കാൽവറി ക്രൂശിൽ നമ്മുടെ രക്ഷ കർത്താവ് സമ്പൂർണമായും നേടിത്തന്നിരിക്കുന്നു. പക്ഷെ അത് സ്വന്തമാകണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് ദൈവത്തിന് ആവശ്യവും. നിങ്ങൾ ഈ കളയുന്നതൊന്നും ദൈവത്തിന് ആവശ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഈ രക്ഷ സൗജന്യമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലരുടെ ചിന്ത ഈ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു ഔദാര്യമാണെന്നാണ്. ഈ നമ്മുടെ പ്രസംഗങ്ങൾക്കകത്ത് ഒരു പ്രശ്നമുണ്ട്. നമ്മളിത് പറഞ്ഞ് ഇതിൻ്റെ വില അങ്ങ് നമ്മൾ തന്നെ കളഞ്ഞു. പണ്ടൊക്കെ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ പറ്റുമാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തിയല്ല. D.L. മൂഡിയുടെ കാലയളവിൽ ആളുകൾ രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെടുന്ന സമയത്ത് D.L. മൂഡി പറയും, യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ജീവിതത്തിൽ ഒരു വീണ്ടും ജനനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ D.L. മൂഡി അടുത്തതായിട്ട് പറയും, ഇപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ഇൻക്വയറി റൂമിലേക്ക് പോകാം. അവിടെ നിങ്ങളെ പ്രതീക്ഷിച്ച് ഒരു കൗൺസിലർ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ അവരുടെ അടുത്ത് ചെന്ന് നിങ്ങൾ
ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ ഗ്രഹിക്കണം. അപ്പോൾ എല്ലാവരും വരിയായിട്ട് എഴുന്നേറ്റ് കൗൺസിലറുടെ അടുത്ത് പോകും. കൗൺസിലറുടെ അങ്ങനെ ആളുകളെ ആക്കി വോളണ്ടിയേഴ്സാണ് ഇതാണ് DN മോഡിയുടെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരുന്നതായ കാര്യം. എന്നിട്ട് അവരോട് കൗൺസിലേഴ്സ് വന്നിട്ട് പറയും, നിങ്ങൾ എടുക്കുന്ന തീരുമാനം ചില്ലറ കാര്യമല്ല, നിങ്ങൾ വീണ്ടും ജനനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനം, പാപങ്ങൾ ഏറ്റുപറയണം. പക്ഷേ അത് മാത്രം പോരാ, നിങ്ങൾക്കൊരു പുതിയ ജീവിതം ആവശ്യമുണ്ട്. ഇനി നിങ്ങൾക്ക് പഴയ ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ല. യേശു നിങ്ങളുടെ കർത്താവാകുകയാണ്. കാര്യം രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് കൺഫസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ നിയന്ത്രിക്കുന്നത് മുഴുവൻ കർത്താവാണ് എന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വാട്ട് ഹി ഷാൽ ഡു ആൻഡ് വാട്ട് ഈസ് ഹിസ് ലൈഫ് എന്ന് അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഈ കൗൺസിലർ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് ചോദിക്കും, ഇനി നിങ്ങൾ പറ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഇരുളിനെ ഉപേക്ഷിച്ച് വെളിച്ചത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? യേശുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകുത്തി അവർ പ്രാർത്ഥിച്ച് അവർക്ക് DN മോഡിയുടെ വകയായി ഒരു വേദോത്സവം കൊടുക്കും. ഏറ്റവും അടുത്ത ലോക്കൽ സഭയിലേക്ക് ഇവരെ പറഞ്ഞു വിടും. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് DN മോഡിയുടെ മീറ്റിങ്ങിന് ആളുകൾ രക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് അതാണ്. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ കൗൺസിലേഴ്സും ഒന്നും ഇല്ലെങ്കിലും പ്രസംഗിക്കുന്നവർ പറയും, ഇപ്പോൾ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജീവിതത്തിലൊരു വ്യതിയാനം ആഗ്രഹിക്കുന്നവരെ, പാപത്തെ വിട്ട് വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നാണ്ട്. എൻ്റെ ചെറിയ പ്രായം 45 വർഷം മുമ്പത്തെ കാര്യമൊക്കെ ഞാൻ പറയുന്നു. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് വരാം. അവിടെ വന്ന് ഈ പ്രസംഗകൻ എല്ലാവരോടും ചോദിക്കും, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്ക് കരച്ചില പാപബോധം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇവരെ നമ്മളെ നടത്തുന്ന ലോക്കൽ ചർച്ചിലെ ആളുകളൊക്കെ ഇവരെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിരിക്കും. പിന്നീട് അവർ പോകും, കാണും, സംസാരിക്കും, ഫോളോ അപ്പ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ വന്ന് ഈ മുന്നോട്ടൊക്കെ വരാൻ ആളുകൾക്ക് മടിയായതുകൊണ്ട് ഇപ്പോൾ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ട് അത്രയും മതി. ഇതിങ്ങനെ കുറഞ്ഞു വരിക. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുകയും വേണ്ട, അതാത് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരുടെ കരങ്ങളെ ഉയർത്തിയാട്ട്. അപ്പോൾ ഈ തലയൊളിയാനാണോ എന്നും അറിയത്തില്ല, കൈ ഇത്രയൊക്കെ പൊക്കും ആരും കാണാതിരിക്കാൻ. എന്നിട്ട് ആരും പൊക്കിയില്ലെങ്കിൽ പ്രസംഗം പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളുടെ കൈകൾ ഞങ്ങൾ കാണുന്നില്ലെങ്കിലും കർത്താവ് കാണുന്നു. ഭയങ്കര ടെക്നിക്കുകളാണ് ഇല്ലേ? ഇപ്പോൾ അതും വേണ്ട, ടിക്കിട്ടാൽ മതി. എല്ലാവർക്കും ഒരു ഡിസിഷൻ കാർഡ് കൊടുക്കും, അതിനകത്ത് ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു, ടിക്ക്, ഫിനിഷ്. എന്തൊരു സുഖം ഇല്ലേ? ഞാൻ ഡാറസ്സലാമിലെ ഒരു ക്രൂസൈഡിന് പോയി. ഭയങ്കരമായിട്ട് കാശ് മുടക്കി അവരൊരു ക്രൂസൈഡ് നടത്തി. ഏകദേശം 8 ലക്ഷം രൂപ ഒറ്റ ദിവസത്തെ മീറ്റിംഗ് നടത്തി. ഈ പാവങ്ങളുടെ രാജ്യമാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഭയങ്കരമായിട്ട് പൈസ മുടക്കും. എല്ലാം പാട്ട് ടീമിനെ വിളിച്ച് പാടിച്ചതല്ല, അത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു പ്രസംഗം പോലും, ശരിക്കും പറഞ്ഞാൽ സുവിശേഷം ഒന്നുള്ള പ്രസംഗം ചെന്ന് ഞാൻ കേട്ടില്ല. ഞാൻ ഒരു 10 മിനിറ്റ് സംസാരിച്ചു. അപ്പോഴത്തേക്ക് മെയിൻ പ്രസംഗകൻ വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ എണീറ്റ് 10 മിനിറ്റ് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പുറകിൽ ആൾ വന്ന് നിന്ന് കഴിഞ്ഞു. കാര്യം വലിയ ആൾ ഇടുന്നു. എന്നിട്ട് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞ് ഞാൻ ഇവരുടെ ചർച്ചിൻ്റെ എൽഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ചോദിച്ചു, നിങ്ങൾ ആ ക്രൂസൈഡ് നടത്തിന് എത്ര രൂപ ആയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി 8 ലക്ഷം രൂപ, ഇന്ത്യൻ രൂപ 8 ലക്ഷം രൂപ. ഞാൻ ചോദിച്ചു, എത്ര പേര് രക്ഷിക്കപ്പെട്ടു? അപ്പോൾ അവർ പറഞ്ഞു 248 പേര് രക്ഷിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ടിക്കറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വന്നതിനകത്ത് മിക്കവാറും ഉള്ളത് ക്രിസ്ത്യാനികളാണ് വന്നത്. അവരുടെ കയ്യിലൊരു കടലാസ് കൊടുത്തിട്ട് നീ യേശുവിനെ സ്വീകരിക്കുന്നുണ്ടോ, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ മിക്കവാറും ഉള്ളവരൊക്കെ ടിക്കിടും. അവരിതൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. ഞാൻ ചോദിച്ചു, എത്ര പേര് സഭയിൽ വന്നു? അതിനാണല്ലോ മീറ്റിംഗ് നടത്തിയത്, 3 പേര്. ഞാൻ ചോദിച്ചു, അവരെന്തിയേ? 2-3 ആഴ്ചയൊക്കെ വന്നു, പിന്നെ വന്നില്ലെന്ന് പറഞ്ഞു. 8 ലക്ഷം രൂപ മുടക്കി നടത്തിയ വലിയ മാമാങ്കം ഫലം എന്തുണ്ടായി? ടിക്കറ്റതാണ്. ഈസിയാണല്ലോ ഇന്ന് രക്ഷിക്കപ്പെടാനെന്ന് പറയുന്നത്. ഒന്നും ചെയ്യാനില്ലെന്നാണ് നമ്മൾ പറയുന്നത്. പത്രോസ് പറയുന്നത് ഒന്നും ചെയ്യാനില്ലെന്നൊന്നുമല്ല. യെസ്, യു നീഡ് ടു ഡു സംതിങ്. നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. യേശു കർത്താവിനെ സ്വീകരിക്കണമെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ കർത്താവിനെ പിൻപറ്റുവാൻ കഴിയുകയുള്ളൂ. അതിനുള്ള തീരുമാനമെടുക്കാൻ ആളുകൾ ഇന്ന് തയ്യാറാകാത്തതിൻ്റെ കാരണം ഒന്നാമത് പാപബോധം ഉണ്ടാകുന്നില്ല. ഇതാണ് പ്രശ്നം.
ഏലിയാവിൻ ദൈവമേ നീ എന്റെയും ദൈവം, ഏതു നാളിലും എന്റെ കൂടെ വന്നിടും. ക്ഷാമമേറിയാലും ക്ഷീണമേറിയാലും ക്ഷേമമായിട്ടെന്നെ എന്നും പോറ്റിടും ദൈവം. ക്ഷാമമേറിയാലും ക്ഷീണമേറിയാലും ക്ഷേമമായിട്ടെന്നെ എന്നും പോറ്റിടും ദൈവം. ഏലിയാവിൻ ദൈവമേ നീ എന്റെയും ദൈവം. പ്രതീക്ഷ വെച്ച സ്നേഹിതർ അകന്നു പോയപ്പോൾ, ആശ്രയിച്ച വാതിലും അടഞ്ഞു പോയപ്പോൾ, പ്രതീക്ഷ വെച്ച സ്നേഹിതർ അകന്നു പോയപ്പോൾ, ആശ്രയിച്ച വാതിലും അടഞ്ഞു പോയപ്പോൾ, പ്രത്യാശ തന്നു കരം പിടിച്ചു പുതിയ വഴി തുറന്ന ദൈവമേ നിൻ നന്മയോർത്തു സ്തോത്രം ചെയ്യും ഞാൻ. പ്രത്യാശ തന്നു കരം പിടിച്ചു പുതിയ വഴി തുറന്ന ദൈവമേ നിൻ നന്മയോർത്തു സ്തോത്രം ചെയ്യും ഞാൻ. ഏലിയാവിൻ ദൈവമേ നീ എന്റെയും ദൈവം, ഏതു നാളിലും എന്റെ കൂടെ വന്നിടും. കെരീത്തു തോട്ടിലെ വെള്ളം വറ്റിത്തീരുമ്പോൾ, കരഞ്ഞു വരുന്ന കാക്കയെ കാണാതിരിക്കുമ്പോൾ, കെരീത്തു തോട്ടിലെ വെള്ളം വറ്റിത്തീരുമ്പോൾ, കരഞ്ഞു വരുന്ന കാക്കയെ കാണാതിരിക്കുമ്പോൾ, സാരഫാത്തിൻ സമൃദ്ധി തന്നു പോറ്റി പുലർത്തുന്ന യേശുവേ നിൻ കരുതലോർത്തു സ്തോത്രം ചെയ്യും ഞാൻ. സാരഫാത്തിൻ സമൃദ്ധി തന്നു പോറ്റി പുലർത്തുന്ന യേശുവേ നിൻ കരുതലോർത്തു സ്തോത്രം ചെയ്യും ഞാൻ. ഏലിയാവിൻ